സ്ത്രീകളെ കാട്ടി ഇടപാടുകാരെ ആകർഷിച്ച് പാലക്കാട്ട് വൻ സെക്സ് റാക്കറ്റ്. ദേശീയപാതയോരത്തെ ഹൌസിംഗ് കോളനി കേന്ദ്രീകരിച്ചാണ് പെൺവാണിഭം. പകൽ സമയത്തെ ഇടപാടിന് 3000 രൂപയാണ് നിരക്ക്. രാത്രിയിൽ തുക 10,000. സ്ത്രീകളെത്തുന്നത് ചെറിയ കുട്ടികളുമായാണ്. ഇടപാടുകാരിൽ ചിലർ ഹണി ട്രാപ്പിലായെന്നും സംശയമുണ്ട്. മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര ഒളിക്കണ്ണ്. പെൺവാണിഭവും അതിന്റെ മറവിലെ ഹണി ട്രാപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഞങ്ങളുടെ അന്വേഷണത്തിന് കാരണമായത്. ആദ്യം നടത്തിപ്പുകാരിയായ സ്ത്രീയുടെ നമ്പർ ലഭിച്ചു. 9994430684. പിന്നെ തുടർച്ചയായി വിളിച്ച് ബന്ധമുറപ്പിച്ചു. എത്ര ഏജ് ഒക്കെ ഉണ്ട്? ഏജ് 25 മുതൽ 30 വരെ. പിന്നെ ഒരു ചെറിയ പെണ്ണുണ്ട് തമിഴ്. അവർക്കൊക്കെ 3 രൂപ, വീടടക്കം 3. നല്ല വർക്കായിരിക്കും. ഇടപാടുകാർക്ക് സ്ത്രീകളെ നേരിൽ കണ്ടു തിരഞ്ഞെടുക്കാം. എന്നാൽ അതിന് അവസരം ലഭിക്കണമെങ്കിൽ 1000 രൂപ മുൻകൂർ നൽകണം. ഒരാൾക്ക് 10,000 റുപ്യാണ് ചോദിക്കുന്നത്. നിങ്ങൾ 3 ആളാകുമ്പോൾ എത്ര റുപ്യ വാങ്ങിക്കാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനേക്കാളും നല്ല ആദ്യം ഒരു സാമ്പിൾ നോക്കി. ഒടുവിൽ ഞങ്ങൾ വാണിഭ കേന്ദ്രത്തിലെത്തി. ദേശീയപാതയിൽ ചാത്തകുളം ഗാർഡനിലെ 12-ാം നമ്പർ വീട്ടിലെത്താനായിരുന്നു നിർദ്ദേശം. മുറ്റത്തെ അയകളിലെല്ലാം നനച്ചു തുണികൾ വിരിച്ചിട്ടിരിക്കുന്നു. വീടിന് അകത്തും പുറത്തും കുട്ടികൾ ഓടിക്കളിക്കുന്നു. ചുരുക്കത്തിൽ ഒരു തരത്തിലും സംശയം തോന്നിക്കാത്ത അന്തരീക്ഷം. പോർച്ചിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ KL9AL 3460. നടത്തിപ്പുകാരിയെ കാത്ത് അല്പസമയം ഗേറ്റിൽ നിന്നു. അപ്പോൾ പരിചിത ഭാവത്തിൽ ഒരു സ്ത്രീ വന്ന് സംസാരിച്ചു. രാത്രികാലത്തും ഒപ്പം വരാമെന്ന ആദ്യ കാഴ്ചയിൽ തന്നെ അവർ വ്യക്തമാക്കി. പ്രശ്നമല്ലല്ലോ, പുറത്തു വരാൻ പറ്റുമോ? വൈകിട്ട് വരുന്നുണ്ടോ? പിന്നീട് അകത്തേക്ക് ക്ഷണിച്ചു. കുട്ടികളെ കൂടാതെ വീട്ടിൽ 4 സ്ത്രീകൾ, സഹായികളെന്ന പോലെ 3 പുരുഷന്മാരും. സ്ത്രീകളെയെല്ലാം നേരിൽ കണ്ടെന്ന് ഉറപ്പാക്കിയതോടെ നടത്തിപ്പുകാരി അടുത്തെത്തി. ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അന്വേഷിച്ചു. വാണിഭ കേന്ദ്രത്തിന്റെ സമഗ്ര ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുറപ്പാക്കിയതോടെ തടിയൂരാനായി ഞങ്ങളുടെ ശ്രമം. രാത്രി സമയത്താണ് സ്ത്രീകളെ വേണ്ടതെന്നും അതിനാവശ്യപ്പെട്ട തുക കൂടുതലാണെന്നും പറഞ്ഞ് പിരിയുകയായിരുന്നു. പകൽ സമയം മാത്രം ഇടപാട് നടത്തുന്നവരും രാപകൽ വ്യത്യാസമില്ലാതെ ലഭ്യമാകുന്ന സ്ത്രീകളും സംഘത്തിലുണ്ട്. നടത്തിപ്പുകാരിയായ സ്ത്രീ നഗരത്തിൽ മുൻപ് പലയിടങ്ങളിലും വീട് വാടകയ്ക്കെടുത്ത് സമാന കേന്ദ്രങ്ങൾ നടത്തിയിട്ടുള്ള ആളുമാണ്. ക്യാമറമാൻ മനോജ് പുതുപ്പടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.